ഹലോ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഏകദേശം എല്ലാ മാധ്യമങ്ങളും അതുപോലെ തന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ വയനാട് വെറ്റിനറി കോളേജിൽ വെച്ചിട്ട് റാഗിങ്ങിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട എന്നല്ല കൊന്നുകളഞ്ഞ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിന്റെ ഒരു ഇഷ്യൂ അതെല്ലാവരും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സിദ്ധാർത്ഥിന്റെ അച്ഛൻ വന്ന് മീഡിയയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്താണ് കോളേജിന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, കോളേജിലുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകർ, അതായത് SFIയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് ഈ പറയുന്ന സിദ്ധാർത്ഥിനെ കൊന്നുകളയുന്നത്. അതും എന്തിന്റെ പേരിലാണ്? അസൂയന്റെ പേരിലാണ്. നമ്മളെക്കാൾ മുകളിൽ ഈ പറയുന്ന സിദ്ധാർത്ഥ് എത്തും എന്നുള്ള ഒരു പേടി കാരണം, അല്ലെങ്കിൽ ആ ഒരു അസൂയ കാരണം, എത്താൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത കാരണം കൊന്നുകളയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര സില്ലി ആയിട്ടാണ് ഇന്ന് ആൾക്കാരെ കൊല്ലുന്നേലേ. പിന്നെ കാരണം എന്താന്ന് നിങ്ങൾക്കറിയോ? ഒറ്റ കാരണമേ ഉള്ളൂ, ഇവർക്കെല്ലാം നല്ല വൃത്തിയിൽ അറിയാം, നല്ല ഈസി ആയിട്ട് നമുക്ക് നിയമത്തിന്റെ കണ്ണും വെട്ടിച്ച് നിയമത്തിന്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് നമുക്ക് ഊരി വരാൻ വേണ്ടി പറ്റുന്ന. എനിക്ക് ആ അച്ഛനെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും മീഡിയസിന്റെ മുമ്പിലും ആ ഒരു അച്ഛന്റെ ഭയങ്കര ബോൾഡായിട്ടാണ് ആ അച്ഛൻ സംസാരിക്കുന്നത്. എന്നാലും ആ അച്ഛന്റെ ഉള്ളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മകനെ അത്രയും പ്രതീക്ഷകളോട് കൂടിയിട്ട് ഒരു ഡോക്ടറാക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് കുട്ടികൾ കൊന്നുകളയാണ്. ഈ 22 വയസ്സ് വരെ പൊന്നുപോലെ നോക്കി വളർത്തിയ മകനെ 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ വിവസ്ത്രനാക്കി ഇത്രയും 130ഓളം കുട്ടികളുടെ മുന്നിൽ നിർത്തി ബെൽറ്റ് വെച്ചും കമ്പി വെച്ചും അടിച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ഒരു അച്ഛൻ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നുമില്ലെങ്കിലും എൻ്റെ മകൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവന്റെ സ്റ്റമക്ക് എംപ്റ്റി ആണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ മകൻ മരിച്ചതിനേക്കാൾ സങ്കടമായത് ആ ഒരു വാർത്ത അറിഞ്ഞു. കാരണം ഞാൻ ഇത്രയും 22 കൊല്ലം എൻ്റെ മകന്റെ വയറ് നിറക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് എൻ്റെ മകന്റെ വയറ് നിറച്ചിട്ട് ഇത്ര കുട്ടികൾ ചേർന്നിട്ട് എൻ്റെ മകനെ പട്ടിണിക്കിട്ട് കൊന്നു എന്ന് പറയുമ്പം ആ അച്ഛൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര ഭയാനകമാണത്. അച്ഛൻ ഇത്രയും പോരാടിയിട്ടും അൺഫോർച്ചുനേറ്റ്ലി ഐ എം സോ സോറി ടു സേ ദസ്, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതിനി? എല്ലാവരും കൂടെ വീഡിയോസ് ചെയ്തിട്ടും ഇത്രയും ന്യൂസിൽ ചർച്ചയായിട്ടും ഇതൊരു കേസായിട്ടും ഒരു 5-6 പേരെ അറസ്റ്റ് ചെയ്തിട്ടും ഇനി അങ്ങോട്ട് എന്താ നടക്കാൻ പോകുന്നത്? പാർട്ടി ഇടപെടും അല്ലേ? പാർട്ടി ഇടപെട്ടിട്ട് ഈ കുട്ടികളെ ഇറക്കും. ഈ കുട്ടികളെ നമ്മൾ ജയിലിൽ നിന്നോ എവിടെയാന്ന് വെച്ചാൽ ഇറക്കും. വീണ്ടും ആ സസ്പെൻഡ് ആണ് ചെയ്തത്, ഡിസ്മിസ് അല്ല, സസ്പെൻഷൻ ആണ് കിട്ടിയിട്ടുള്ളത്, ഡിസ്മിസ് ചെയ്തിട്ടില്ല. കുട്ടികൾ പിന്നെയും കോളേജിൽ കയറും. ഭയങ്കര പിന്നെ ജയിലിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇവരാരായി? ഡോൺ, ഗുണ്ടാസ്, പവറായി ഇവർക്ക് ഭയങ്കര. ജയിലിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ ആരാന്നറിയോ? സിദ്ധാർത്ഥനെ കൊന്നിട്ട് ജയിലിൽ പോയി നൈസായിട്ട് ഇറങ്ങി വന്ന ടീംസാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് ഇവര് ഇനി വിലസും കോളേജിൽ. അതാണ് ഇനി നടക്കാൻ, നിങ്ങൾ കണ്ടോ? അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ പറയുന്ന സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയ്ക്കും തീരാ ദുഃഖമായിരിക്കും ഈ ഒരു സാധനം, ഈ ഒരു മരണം എന്ന് പറയുന്നത്. പക്ഷെ അവർക്കതൊരു എന്റർടൈൻമെന്റ് ആണ്. ഈ കൊന്നു കഴിഞ്ഞ് പാർട്ടീന്റെ ബലത്തോടു കൂടി ഇറങ്ങുക എന്നൊക്കെ പറയുന്നത്. ഒരു കോളേജിലും ഞാൻ പറയട്ടെ, ഒരു പാർട്ടി പ്രവർത്തനങ്ങൾക്കും ഒരു പെർമിഷൻ കൊടുക്കരുത്. ഒരു പാർട്ടിയും പ്രവർത്തിക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കോളേജിലെ കുട്ടികൾ പഠിക്കാൻ പോയാൽ മതി, അല്ലാണ്ട് പാർട്ടി പ്രവർത്തനത്തിന് കോളേജിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പ്രോഗ്രാംസ് യൂണിയൻ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തനം ഇല്ലാത്ത കോളേജുകളിൽ എന്താ പ്രോഗ്രാംസ് നടക്കാറില്ലേ? അല്ലെങ്കിൽ ഒരു യൂണിയൻ വിചാരിച്ചാൽ മാത്രമേ കോളേജുകളിൽ പ്രോഗ്രാം നടക്കൂ എന്നൊന്നുമില്ല. നമ്മളും കോളേജ് കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് ഊഹിക്കാനുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പാർട്ടിക്കും കോളേജിൽ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു പറഞ്ഞ SFIയിൽ മാത്രമല്ല, എല്ലാ പാർട്ടിയിലുണ്ട് ഇതുപോലെയുള്ള തീട്ടങ്ങള്. മനസ്സിലായില്ലേ? പാർട്ടീന്റെ ബലത്തിൽ ഒരാളെ കൊന്നുകളയുക, അതും റാഗ് ചെയ്തിട്ട് കൊന്നുകളയുക. ഇനി നിങ്ങൾ ആ കോളേജിൽ ആന്റി റാഗിങ് സ്ക്വാഡും അല്ലെങ്കിൽ ഈ കോളേജിൽ റാഗിങ് അലൗഡ് അല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ പറയുന്ന ആ ഒരു ജീവൻ പൊലിഞ്ഞു പോയി കഴിഞ്ഞു, കൊന്നു കളഞ്ഞു നിങ്ങള്. അതുപോലെ തന്നെ ആ ഒരു അച്ഛൻ പറയുന്നുണ്ട്, വേറൊരു കുട്ടിയും ആക്സിഡന്റ് ആയിട്ട് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു 15 km/സ്പീഡ് പോലും പോകാൻ വേണ്ടി പറ്റില്ല. സോറി, അത്രയും ഹെയർ പിന്നുകളും കാര്യങ്ങളും വരുന്നത് കൊണ്ട് മെല്ലെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊരു ആക്സിഡന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതും ഒരു കൊലപാതകമാവാനാണ് ചാൻസ്. അതും അന്വേഷിക്കപ്പെടണം. എന്തിനാണെന്ന് അന്വേഷിക്കപ്പെട്ടിട്ട് എന്താണ്? ഞാൻ വീണ്ടും ചോദിക്കുന്നത്,
നമ്മൾ അന്വേഷണത്തിന് പുഷ് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. പോലീസുകാർ അന്വേഷിച്ച് അത് കോടതിയിൽ എത്തിക്കഴിഞ്ഞില്ല. എന്ത് ശിക്ഷയാണ് ഇവർക്ക് കിട്ടുക? ഇവരെ ഇതുപോലെ കൊല്ലാൻ പറ്റുമോ നിങ്ങൾക്ക്? 3-4 ദിവസം പട്ടിണി കിട്ടിട്ട് ബെൽറ്റ് വിവസ്ത്രനാക്കി, അത്രയും ജയിലിലുള്ള ആൾക്കാരെ നടുവിൽ നിർത്തി വിവസ്ത്രനാക്കിയിട്ട് ഇത്രയും ആൾക്കാരെ ബെൽറ്റ് കൊണ്ടും കമ്പി കൊണ്ടും ഡെയിലി പിന്നെ അവിടെയുള്ള ജയിലിലുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ തച്ച് കൊല്ലാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു നീതി നടപ്പിലാക്കാൻ പറ്റുമോ കോടതിക്ക്? സക്കീർ ഭായ്, ഞാൻ വെല്ലുവിളിക്കുകയാണ്. നടക്കുമോ? ജയിലിനുള്ളിൽ വെച്ചിന് ഇത്രയും ഈ 6 പേരെയും ഇതുപോലെ പട്ടിണി കിട്ടൊരു വെള്ളം പോലും കൊടുക്കാണ്ട് തല്ലി കൊല്ലാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പിന്നെ എന്ത് നീതി? അതാണ് നീതി. അക്കോർഡിംഗ് ടു മീ അതാണ് നീതി. എൻ്റെ മകനെയാണ് അങ്ങനെ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട നീതി അതാണ്. എങ്ങനെയാണോ എൻ്റെ മകൻ അനുഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണോ എൻ്റെ മകൻ വേദന തിന്നത്, എൻ്റെ എത്രത്തോളം ആ ഒരു കുട്ടി വേദനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. പോയ ആളാണ്, അത് നമ്മൾ എടുത്തു പറയണം. വീട്ടിലേക്ക് ഉത്സവം കൂടാൻ പോയതാണ്. ഉറ്റ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഉറ്റ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് വന്നതാണ് ഈ പാവം. മരണത്തിലേക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ടെന്ന്. ആദ്യം അടിച്ച് കൊല്ലേണ്ടത് ഇവനെയാണ്. ഈ ഫോം വിളിച്ച് വരുത്തിച്ച ഇവനെയാണ് ആദ്യം അടിച്ചു കൊല്ലേണ്ടത്. എടാ നീയെല്ലാം, ഞാൻ ആലോചിക്കുന്നത്, എടാ നീയെല്ലാം വെള്ളം കിട്ടാണ്ട് ചാവൂലേടാ നീ? ചാവും. കർമ്മ ഈസ് എ ബിച്ച്. നീയെല്ലാം വെള്ളം കിട്ടാണ്ട് ചാവും. നീ വെള്ളം കിട്ടാണ്ട് നരകിച്ച് നീയെല്ലാം ചാവും. മനസ്സിലായില്ലേ? ആ ഒരു പാവം വീട്ടിൽ പോയതാണ്. അതിനെ ഇങ്ങോട്ട് തിരിച്ച് നീ വിളിച്ചോണ്ട്. അതും ആ ഒരു അച്ഛൻ പറയുന്നുണ്ട്, ഇവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആണ്. വീട്ടിലേക്ക് സിദ്ധാർത്ഥ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗ്രില്ല് അൽഫാം വേറെ. എടാ ആ വീട്ടിൽ നിന്ന് പോയിട്ട് ഗ്രില്ലും അൽഫാമും ചോറും വെള്ളവും കുടിച്ചിട്ട് ആ ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയും മകനെ നീ കൊല്ലാൻ വിട്ടുകൊടുത്ത് പറഞ്ഞാൽ നീയെല്ലാം മനുഷ്യനാണോടാ നീ? ആയിരിക്കാം ഈ പറയുന്ന SFI ഗുണ്ടകള് ഈ പറയുന്ന 2 കുട്ടികളെയും ഇവന്റെ ഫ്രണ്ട്സിനെ കൂടി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നീ അവനെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ജീവനിൽ പേടിച്ചിട്ടായിരിക്കും ഈ പറയുന്ന കൂട്ടുകാരെന്ന് വിളിക്കാമല്ല, ഈ നാറികൾ ഇവനെ വിളിച്ചു വരുത്തിയത്. എന്നാൽ പോലും ഞാൻ ചോദിക്കട്ടെ, അവനെ അവിടെ എത്തിച്ചു, വിവസ്ത്രനാക്കി, തല്ലി. അത് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇവന്റെ പാരന്റ്സിനെ വിളിച്ചു പറയാം. അല്ലെങ്കിൽ ഇവന്റെ കസിന് അതേ സെയിം കോളേജിൽ പഠിക്കുന്നുണ്ട്, അവരോട് പറയാം ഇങ്ങനൊരു സംഭവമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം അവനെ കൊല്ലാനാണ് അവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഈ ഒരു കൊലപാതകത്തിൽ ആദ്യം തല്ലിക്കൊല്ലേണ്ടത് ഇവന്മാരെയാണ്. ഈ പറയുന്ന അത്രയും വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ള ഇവന്മാരെയാണ് ആദ്യം തല്ലിക്കൊല്ലേണ്ടതെന്ന് ഞാൻ പറയാം. മഞ്ഞുമ്മൽ ബോയ്സ് ഒക്കെ ഒന്ന് എടുത്ത് കാണണം കേട്ടോ ഗൈസ്. മഞ്ഞുമ്മൽ ബോയ്സ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്നുള്ളത്. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, അല്ലാണ്ട് ഇതല്ല. കൂടെ നിന്നിട്ട് കാലുവാരലുണ്ടല്ലോ, അതല്ല. എന്തല്ലേ നമ്മൾ ദിവസവും എണീക്കുന്ന സമയത്ത് എന്തൊക്കെ വിയേർഡായിട്ടുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, എന്തൊക്കെ വിയേർഡായിട്ടുള്ള ന്യൂസുകളാണ്. എത്ര ജീവനാണ് പൊലിഞ്ഞു പോകുന്നത്. പാർട്ടിന്റെയും പണത്തിന്റെയും പദവിന്റെയും ബലത്തില് രക്ഷപ്പെടുന്നു അല്ലേ? എല്ലാരും പ്രതികരിക്കണം. എന്നാൽ അങ്ങനെയെങ്കിലും ഈ നിയമങ്ങളൊന്ന് മാറട്ടെ. കട്ടവന്റെ കൈ വെട്ടണം എന്ന് പറയുന്നത് പോലെ കൊന്നവനെ കൊന്നുകളയണം. അതും വെറുതെ കൊന്നുകളഞ്ഞാൽ പോരാ. ആ പാവം മരിക്കുമ്പോൾ അനുഭവിച്ച വേദനയുണ്ടല്ലോ, അതവരറിയണം. അതാണ് നീതി. അല്ലാണ്ട് നിങ്ങൾ ജയിലിൽ കൊണ്ടുപോയി തീറ്റിപ്പോട്ടിലല്ല നീതി. അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ പാർട്ടിന്റെ പേപ്പറിന്റെ ബലത്തിൽ ഇറക്കി വിടലല്ല നീതി. ആ ഒരു നീതിയാണെങ്കിൽ ഈ അച്ഛന് നീതി കിട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് വീണ്ടും ഈ അച്ഛനെ വേദനിപ്പിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഈ നീതി വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ നീതി നടപ്പിലാക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരാൾക്ക്? അത് പറ്റുമോ?